എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ വിദ്യാർത്ഥികൾ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടി വരിക, അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് ആ ഒരു എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഓഗസ്റ്റ് 3-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി ഈ ഒരു 2 ഡേറ്റിനുള്ളിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിലവിൽ വെബ്സൈറ്റിൽ ഷെഡ്യൂൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യം നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി നിങ്ങൾ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജും അതുപോലെ തന്നെ നേരത്തെ വന്നിട്ടുള്ള കോളേജുകളും ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കോളേജും ഓപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. അതായത് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജും, അതായത് ഇപ്പോൾ ന്യൂലി വന്നിട്ടുള്ള, അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജും അതുപോലെ തന്നെ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കോളേജുകളും നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 2-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. എന്നാൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ആയിട്ട്, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ഘട്ടത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നഴ്സിംഗ് കോളേജ് പുതുതായിട്ട് വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഓപ്ഷൻ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാം. അതിനുശേഷം ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് LBS സെൻറ്റർ വെബ്സൈറ്റ് ആയിട്ടുള്ള lbscenter.in/nursing ആൻഡ് പാരാമെഡിക്കൽ 2025/index.aspx എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഇതുപോലെ മെനു ബാർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അത് വെരിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുക്കേണ്ടാവും. അത് കൃത്യമായിട്ട് കൊടുത്ത ശേഷം സൈൻ ഇൻ ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കാനുള്ള ആ ഒരു ഭാഗം കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗവും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാതിരുന്ന കോളേജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജുകളും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിലും അതേ രീതിയിൽ തന്നെ ഓപ്ഷൻ കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ആ ഒരു ബോക്സിൽ, അതായത് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻ ഉണ്ടാവുക. അതായത് കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ളത്, അതല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആണോ എന്നുള്ളത്, അതുപോലെ തന്നെ അതിന് നേരെയായിട്ട് ഏത് കോഴ്സാണെന്നുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കാനുള്ള ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ ഓപ്ഷനുകളും നേരെയും ഇതേ രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നേരത്തെ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് ഓപ്ഷനുകൾ ഇതേപോലെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻ നമ്പറുകൾ കാണാനായിട്ട് പറ്റുന്നതാണ്. അതേസമയം നിങ്ങൾ ഇതുവരെ ഓപ്ഷൻ കൊടുക്കാതെ, അതായത് നഴ്സിംഗ് ഓപ്ഷൻ കൊടുക്കാതിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ബോക്സിൽ ഇങ്ങനെ ആ ഒരു നമ്പർ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കോളേജിന് നേരെയും ഇതേപോലെ ഓപ്ഷൻ കൊടുക്കാനുള്ള ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ഏതാണോ, ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ബോക്സിൽ നമ്പർ ഇട്ടിട്ട്, ഇപ്പോൾ എനിക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു രണ്ടാമതായിട്ടുള്ള അതായത് രണ്ടാമത്തെ ആ ഒരു കോളേജാണ് വേണ്ടതെങ്കിൽ അവിടെ ബോക്സിൽ 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഒന്നാമത്തെ കോളേജ് രണ്ടാമത്തെ ഓപ്ഷനായിട്ടാണ് വേണ്ടതെങ്കിൽ 2 എന്ന് കൊടുക്കുന്നു. അടുത്ത കോളേജിൽ മൂന്നാമതായിട്ട് വേണമെങ്കിൽ ഏത് കോളേജാണ് വേണ്ടത് അതിന് നേരെയുള്ള ആ ബോക്സിൽ ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ള ബോക്സിൽ 3 എന്ന് കൊടുക്കുന്നു. അടുത്ത് 4 വേണമെങ്കിൽ 4 കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് വേണ്ട എത്രത്തോളം കോളേജുകളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ട്, അതായത് ഓരോ 10 എണ്ണം വെച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ 10 എണ്ണം ഓപ്ഷൻസ് 10 ഓപ്ഷൻ വെച്ച് ഓരോ, അതായത് 10 ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം 11ാമത്തെ തൊട്ട് 20ാമത്തെ ഓപ്ഷൻ നമ്പർ കൊടുത്ത ശേഷം പിന്നീട് സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് പറയുന്നത് ഈ ഒരു
അഥവാ ബാക്ക് ബട്ടൺ അടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു 100 ഓപ്ഷനൊക്കെ ഒരുമിച്ച് കൊടുത്ത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആദ്യം മുതൽ നിങ്ങൾ വീണ്ടും ഓപ്ഷൻ നമ്പർ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 10 ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് സേവ് ചെയ്യുക, പിന്നീട് അടുത്ത 11 തൊട്ട് 20 വരെയുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ സേവ് ചെയ്യുക, പിന്നീട് 20 തൊട്ട് പിന്നീട് 30 വരെയുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ സേവ് ചെയ്യുക. ഈ ഒരു രീതിയിൽ സേവ് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നേരത്തെ ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് താഴെയായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് കോഴ്സുകൾ അവിടെ ലിസ്റ്റ് ചെയ്തത് കാണാൻ പറ്റും. അതുപോലെ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ കൃത്യമായിട്ട് ആ ഒരു കോളേജിൻ്റെയും അതുപോലെ തന്നെ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് വന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബോക്സിൽ നിന്നും കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ അതായത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് എനിക്കിപ്പോൾ 4ാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അതിനെ ഞാൻ അതിൽ നിന്നും റിമൂവ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും പോകുന്നതാണ്. അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ഒരു ബോക്സിലെ നമ്പർ നിങ്ങൾക്ക് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് ആ ഒരു പുതിയ ഓപ്ഷനെ സേവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ നമ്പർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നമ്പർ ബോക്സിൽ നിന്നും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും അത് തനിയെ റിമൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നൽകാത്ത ഓപ്ഷനുകൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നൽകിയ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജ് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കുക, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ഗവൺമെൻറ് കോളേജ് കൊടുത്തതിന് ശേഷം കൊടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് സെലക്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്പർ കൊടുത്ത ശേഷം സേവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സേവ് ചെയ്ത ശേഷം അതിന് താഴെയായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളും വന്നിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്ത അതേ ക്രമത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമുള്ളവർക്ക് പ്രിൻറ്റ് സെലക്റ്റഡ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് വന്ന ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ടോക്കൺ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 ഓപ്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തതിൽ നിന്നും എനിക്ക് ഒരു 8ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 8ന് താഴെയുള്ള 9, 10 എന്നിങ്ങനെയുള്ള അതായത് ഈ ഒരു 8ാമത്തെ എനിക്ക് ഏത് ഓപ്ഷനാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡിലീറ്റ് ചെയ്ത ശേഷം അതായത് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്നതാണ്. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ആ ഒരു ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ അതായത് ഡിലീറ്റ് ആയിപ്പോയ ഓപ്ഷൻ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷൻ ഒരു നഴ്സിംഗ് കോളേജിൽ കിട്ടി. എനിക്ക് ആ ഒരു കോളേജ് താല്പര്യമുണ്ട്, അതായത് ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള പേജിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI വെച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത എല്ലാവിധ ഓപ്ഷൻസും നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിമൂവ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അതായത് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ഈ ഒരു കാര്യം പറയുന്നത്, അല്ലാതെ ട്രയൽ അലോട്ട്മെൻറ്റ് അല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ 8ാമത്തെ ഓപ്ഷൻ കിട്ടി, എനിക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ മതി, അതായത് ആ ഒരു കോളേജിൽ തന്നെ നഴ്സിംഗ് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഞാൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതായിരിക്കും, ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് എനിക്ക് താല്പര്യമില്ല, അങ്ങനെയെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റ് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ മറ്റൊരു ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അങ്ങനെ പരിഗണിച്ച് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ അടക്കുന്ന ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം പിന്നീട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആയിട്ട്
മാറുന്നതായിരിക്കും. അതുപോലെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വല്ല അഡീഷണൽ ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടച്ചാൽ മതിയാകും. അതായത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് ഗവൺമെൻറ് കോളേജാണ്, പിന്നീട് കിട്ടിയത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു അഡീഷണൽ ഫീസ് ഒരു 1500-2000 രൂപ ഉണ്ടാകും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് അടച്ചാൽ മതിയാകും. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഡൗട്ടായിരിക്കും, അതായത് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം എന്താണ് നിങ്ങൾ ചെയ്യുക എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻ വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും അതുപോലെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നവർക്ക് നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത ശേഷം, അതായത് അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് നിലനിർത്തി അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് കോഴ്സസ് വരികയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് ആഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, ഞാൻ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റിൽ, ഇതിൽ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് ആയിട്ടുള്ള 2-3 അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ടോക്കൺ ഫീസിൻ്റെ കാര്യം. ടോക്കൺ ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ടോക്കൺ ഫീസ് എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് അടക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് ഈ ഒരു നഴ്സിംഗ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അത് നിങ്ങൾ SC or ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് OEC വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 1000 രൂപ മാത്രമാണ് വരിക. അതായത് 1000 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപ മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സി പാസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സി പാസ്, അതുപോലെ തന്നെ സിമെറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പ് എന്നിങ്ങനെയുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ SC/ST വിഭാഗം വിദ്യാർത്ഥികൾ, അതുപോലെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടി വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോഴ്സിൽ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ്, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ ബാക്കിയുള്ള ജനറൽ അതുപോലെ തന്നെ SC/BC വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് കിട്ടുന്നതെങ്കിൽ 25,000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടി വരിക. ടോക്കൺ ഫീസ് ഒറ്റത്തവണയാണ് അടക്കാനായിട്ട് പറ്റും. കാരണം പല വിദ്യാർത്ഥികളും ഗഡുക്കളായിട്ട് അടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ പറ്റുന്നതല്ല, ഒറ്റത്തവണയായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു ഫീസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെയൊക്കെയുള്ള ഉത്തരം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ സാധാരണ റിസർവ് ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 23,170 രൂപയാണ് വരിക എന്നുള്ളത്. അതുപോലെ തന്നെ SC/ST വിഭാഗം ആണെങ്കിൽ, അതായത് SC/ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയാണ് അതായത് ഗവൺമെൻറ് കോളേജ് ആയിരുന്നാലും, അതുപോലെ തന്നെ ക്യാപ്പ് കോളേജ് ആയിരുന്നാലും, അതുപോലെ തന്നെ സി പാസ് ആയിരുന്നാലും, സിമെറ്റ് ആയിരുന്നാലും ഫീസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് ഗവൺമെൻറ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 23,170 രൂപയാണ് ജനറൽ SC/BC വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരിക. അതുപോലെ തന്നെ SC/ST, അതുപോലെ തന്നെ OEC, അതുപോലെ തന്നെ ഈ ഒരു OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഗവൺമെൻറ്, അതുപോലെ തന്നെ ക്യാപ്പ്, സി പാസ്, അതുപോലെ സിമെറ്റ് എന്നിങ്ങനെയുള്ള കോളേജിൽ കിട്ടിക്കഴിഞ്ഞാലും 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു SC/ST OEC വിഭാഗത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരുന്നതാണ്. അത് ഗവൺമെൻറ്റിൽ വേണ്ട സി പാസിലോ സിമെറ്റിലോ അല്ലെങ്കിൽ ക്യാപ്പിലോ ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു 10,000 രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് അടക്കണം. അത് നിങ്ങൾക്ക് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് റീഫണ്ട് കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ്, ഇപ്പോൾ സാധാരണ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സി പാസ് ആയിക്കോട്ടെ, സിമെറ്റ് ആയിക്കോട്ടെ, ക്യാപ്പ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആയിക്കോട്ടെ. അപ്പോൾ സാധാരണ SC/BC അതുപോലെ തന്നെ ഈ ഒരു ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ടോക്കൺ ഫീസ് 25,000 രൂപയാണ് ഫീസ് വരിക. 25,000 രൂപ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടക്കേണ്ട ഫീസാണ് 25,000 രൂപ. ഇതിൻ്റെ കൂടെ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 86,500 രൂപ ഫീസായിട്ട് വരും. അതായത് ടോട്ടലായിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ 25,000 രൂപ അടക്കണം. പിന്നീട് അഡ്മിഷൻ ടൈമിൽ 86,500 രൂപ നിങ്ങൾ മൊത്തം പൈസയായിട്ട് അടക്കേണ്ടതായിട്ട്, അതായത് ഒരുമിച്ച് ഒറ്റ ഗഡുവായിട്ട് അടക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് SC/ST വിഭാഗം വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. SC/ST അതുപോലെ തന്നെ OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ഫീസ് ഈ ഒരു ടോക്കൺ ഫീസായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടക്കേണ്ടതായിട്ട് വരിക. എന്നാൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കോളേജിൽ
ഈ ഒരു കോഴ്സ് ഫീസ് ആയിട്ടുള്ള ഏകദേശം 86,000 നിങ്ങൾ ആകെ 1000 രൂപയാണ് അടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നിങ്ങൾ ഏകദേശം ഒരു 95,000 96,000 രൂപ നിങ്ങൾ അഡ്മിഷൻ ടൈം മൊത്തമായിട്ട് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ 25,000 രൂപ അടക്കണം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടി തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് 86,500 രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടത്. അതുപോലെ തന്നെ SC ST OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോളേജാണ്, അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടത്. എന്നാൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ 95,000 രൂപ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതായത് ഈ ഒരു റേഞ്ചിലാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് അതായത് SC ST വിഭാഗം അതുപോലെ OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആകെ 1000 രൂപ മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് CPAS CMET അതുപോലെ തന്നെ CAP കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ ടോക്കൺ ഫീസ് അടക്കുന്നതിനോടൊപ്പം അഡ്മിഷൻ ടൈമിൽ ഒരു 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതെങ്കിൽ അതായത് സാധാരണ ഈ ഒരു ജനറൽ അതുപോലെ തന്നെ SCBC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 23,170 രൂപ മാത്രമാണ് ഫീസ് വരിക. അതാണ് ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്നത്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ബുക്ക്, യൂണിഫോം അതുപോലെ തന്നെ ഹോസ്റ്റൽ, ബസ് ഇതിനൊക്കെ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരും. അതുപോലെ എക്സാം ഇതിനൊക്കെ എക്സ്ട്രാ ആയിട്ട് ഫീസ് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി പ്രധാനമായിട്ടും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ടോക്കൺ ഫീസ് അടച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ടോക്കൺ ഫീസ് അടച്ച ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു കീം അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സസ് അല്ലെങ്കിൽ MBBS BDS ഇതുപോലെ മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അടച്ച പൈസ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോക്കൺ ഫീസായിട്ട് അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. എന്നാൽ റീഫണ്ട് കിട്ടാനായിട്ട് ഒരു 4-5 മാസം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അതായത് ഒരു 4-5 മാസം അഡ്മിഷനായിട്ട് എടുക്കും. അത് അഡ്മിഷനായിട്ടല്ല, ഈ ഒരു റീഫണ്ടിനായിട്ട് എടുക്കും. അപ്പോൾ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങൾ റീഫണ്ടിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് റീഫണ്ട് കിട്ടാനായിട്ട് വളരെയധികം കാലതാമസം എടുക്കുന്നതായിരിക്കും. കാരണം പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും റീഫണ്ട് കഴിഞ്ഞ വർഷത്തേത് കിട്ടിയിട്ടില്ല എന്ന് ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുക എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ഓഗസ്റ്റ് 3-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നേരത്തെ വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജുകൾ ഉൾപ്പെടെ ഓപ്ഷനുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.